ഹായ് ലേണേഴ്സ്, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ വ്യാകരണ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം മലയാളത്തിലെ പല വൈയാകരണന്മാരുണ്ട്. അപ്പൊ ആ വൈയാകരണന്മാരുടെ വ്യാകരണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, ഏത് വർഷമാണ് അവ പ്രസിദ്ധീകരിച്ചത് എന്നീ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നോക്കി വെക്കണം. അപ്പൊ വ്യാകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കേരള പാണ്ഡ്യം മുതൽ ഇങ്ങോട്ടുള്ള വ്യാകരണ ഗ്രന്ഥങ്ങളായിരിക്കും കൂടുതൽ പരിചയം ഉണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെയല്ല, പാരമ്പര്യ വ്യാകരണ ഗ്രന്ഥങ്ങൾ മുതലായവ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് വ്യാകരണ ഗ്രന്ഥങ്ങളാണ്. വ്യാകരണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, അവ പ്രസിദ്ധീകരിച്ച വർഷം, എഴുതിയത് ആരാണ്, പ്രധാനമായിട്ടും അതിൽ ഉൾക്കൊള്ളുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചോദ്യം നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുൻകാല ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ശബ്ദ സൗഭകം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ, ഓപ്ഷൻ ബി ശേഷഗിരി പ്രഭു, ഓപ്ഷൻ സി ജോൺ കുന്നപ്പിള്ളി, ഓപ്ഷൻ ഡി കെ സുകുമാരപിള്ള. ശബ്ദ സൗഭകം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവാര് എന്നാണ് ചോദ്യം. അപ്പൊ സാധാരണയായിട്ട് ചോദ്യം വരിക വ്യാകരണ കൃതി തന്നിട്ട് കർത്താവാര് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പേര് തന്നിട്ട് അദ്ദേഹത്തിന്റെ വ്യാകരണ കൃതി താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എന്ന് ചോദിക്കും. പിന്നെ വ്യാകരണ കൃതികളുടെ പേരുകൾ ഇങ്ങനെ തരും. എന്നിട്ട് പ്രസിദ്ധീകരിച്ച വർഷം അനുസരിച്ച് ശരിയായ ഗണം തിരഞ്ഞെടുക്കുക എന്നും ചോദ്യം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുൻകാല ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം തന്നെ ഉദാഹരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പാരമ്പര്യ വ്യാകരണ ഗ്രന്ഥങ്ങളാണ്. ഞാൻ പറഞ്ഞു, വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ആധുനിക വ്യാകരണ ഗ്രന്ഥങ്ങൾ മാത്രമല്ല, പ്രാചീനമായിട്ടുള്ള വ്യാകരണ ഗ്രന്ഥങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ പാരമ്പര്യ വ്യാകരണ ഗ്രന്ഥങ്ങളാണ് ആദ്യം നോക്കുന്നത്. പാരമ്പര്യ വ്യാകരണ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഏത്? പാണിനീയം. പാണിനി മഹർഷിയുടെ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള വ്യാകരണ ഗ്രന്ഥമായിട്ടുള്ള പാണിനീയം. നമുക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയം. 8 അധ്യായങ്ങളും 3983 സൂത്രങ്ങളും അടങ്ങിയ അഷ്ടാധ്യായി എന്ന പേരിൽ അറിയപ്പെടുന്ന പാണിനീയമാണ് ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ വികാസത്തെ സ്വാധീനിച്ചത്. അപ്പൊ വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയം. സംസ്കൃത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. 8 അധ്യായങ്ങളുണ്ട്. 3983 സൂത്രങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പാണിനീയത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? അഷ്ടാധ്യായി എന്നുള്ളത്. സൂത്രങ്ങളെ സംജ്ഞ, പരിഭാഷ, വിധി, നിയമം, അധിദേശം, അധികാരം എന്നിങ്ങനെ 6 തരംതിരിച്ചിട്ടുണ്ട്. സൂത്രങ്ങളെ പൊതുവെ 8 അധ്യായങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ അധ്യായത്തെയും വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. എപ്രകാരമാണ് തരംതിരിച്ചിരിക്കുന്നത്? ഓരോ അധ്യായത്തെയും വീണ്ടും 4 പദങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ വിഭജിച്ചിട്ടുണ്ട്. ഓരോ അധ്യായങ്ങളുടെയും ഉള്ളടക്കം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 1-ാം അധ്യായത്തിൽ കൃതിയിൽ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക സംജ്ഞകളും പരിഭാഷകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2-ാം അധ്യായത്തിലാണ് സമാസങ്ങൾ, കാരികകൾ എന്നിവയെ പറ്റിയുള്ള വിശദീകരണം വരുന്നത്. 3-ാം അധ്യായത്തിലാണ് സനാതന ധാതുക്കൾ, ലുങ്, വിശേഷങ്ങൾ, വികരണങ്ങൾ, കൃത്പ്രത്യയങ്ങൾ, ലിഖാരാർത്ഥങ്ങൾ, തിങ് പ്രത്യയങ്ങൾ എന്നിവയെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ഉള്ളത്. സംസ്കൃത വ്യാകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടില്ല. 4-ഉം 5-ഉം അധ്യായങ്ങളിലാണ് സുപ്രത്യയങ്ങൾ, സ്ത്രീ പ്രത്യയങ്ങൾ, തദ്ധിത പ്രത്യയങ്ങൾ, സമാന്ത പ്രത്യയങ്ങൾ എന്നിവയെ പറ്റി ചർച്ച ചെയ്യുന്നത്. 6-ഉം 7-ഉം അധ്യായങ്ങളിൽ ധാതുവിന്റെ ഇരട്ടിപ്പ്, ധാതുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ, സന്ധികാര്യങ്ങൾ, അലുപ് സമാസങ്ങൾ എന്നിവയെ പറ്റിയിട്ടുള്ള വിവരണമാണ്. 8-ാം അധ്യായത്തിൽ വാക്യ രൂപീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇപ്പൊ പാണിനീയത്തിന് എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തെയും വീണ്ടും 4 പദങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അധ്യായങ്ങളുടെ വിഭജന പദ്ധതി ഇതാണെങ്കിലും ഈ വിഷയ വിഭജനം പാണിനി കൃത്യമായിട്ടൊന്നും പിന്തുടരുന്നില്ല. പല സന്ദർഭങ്ങളിലും അപ്പോൾ പിന്തുടരുന്ന ചിന്താധാരയുടെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുക എളുപ്പമാണെന്ന് തോന്നുന്ന ഒരു നിയമത്തെ എന്താ പറയാ, വിഷയ വിഭജനവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക, ബന്ധമില്ലാത്ത കാര്യങ്ങളും കൂട്ടിച്ചേർക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിൽ കാണാം? പാണിനീയത്തില് കാണാനായിട്ട് സാധിക്കും. എല്ലാ നാമങ്ങളും ക്രിയകൾ പരിണമിച്ചുണ്ടായവ ആണെന്നും വാക്കുകൾ രൂപപ്പെടുന്നത് പ്രത്യയത്തെ ആശ്രയിച്ചുമാണെന്നുമുള്ള സങ്കല്പമാണ് തന്റെ വ്യാകരണ നിയമങ്ങൾക്ക് പാണിനി പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുള്ളത്. അപ്പൊ കേരള പാണ്ഡ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞത്. അധ്യായ വിഭജനം ഒന്നും സാധാരണയായിട്ട് ചോദിച്ചു കാണില്ല, എങ്കിലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം. പാണിനീയം കഴിഞ്ഞാൽ പ്രാചീന വ്യാകരണ കൃതികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് തൊൽക്കാപ്യം.
ദ്രാവിഡ ഭാഷകളിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള വ്യാകരണ കൃതിയാണ് തൊൽക്കാപ്യം. തൊൽക്കാപ്യം എഴുതിയത് ആരാണ് എന്ന് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർക്കിടയിൽ വിഭിന്ന അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൃതി എഴുതിയ വ്യക്തി എന്ന നിലയത്തിൽ അദ്ദേഹത്തെ തൊൽക്കാപ്യർ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. തൊൽ എന്നുള്ളതിനർത്ഥം പ്രാചീനമായത് ആണ്. കാപ്പിയക്കുടിയിൽ ജനിച്ച ആളായതുകൊണ്ട് തൊൽക്കാപ്യർ എന്ന് പേര് ലഭിച്ചു എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എങ്കിലും BC അവസാന ശതകങ്ങളിലായിരിക്കാം അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് നമുക്ക് പൊതുവെ അനുമാനിക്കാനായിട്ട് സാധിക്കും. പിൽക്കാലത്തുണ്ടായ നന്നൂൽ, നേമിനാദം, പുറപ്പൊരുൾ, വെൺപാമലെ, ഇറൈനാർ, അകപ്പൊരുൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ തൊൽക്കാപ്യത്തെ അനുകരിച്ചുണ്ടായിട്ടുള്ള മറ്റ് വ്യാകരണ ഗ്രന്ഥങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ചിറപ്പുപായിരം എന്ന മുഖവുരയും അതുകൂടാതെ എഴുത്തധികാരം, ചൊല്ലധികാരം, പൊരുളധികാരം എന്നിങ്ങനെ 3 ഭാഗങ്ങളുമായിട്ട് 1603 സൂത്രങ്ങളാണ് തൊൽക്കാപ്യത്തിലുള്ളത്. അപ്പൊ തൊൽക്കാപ്യത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. ചൊല്ലധികാരം, പൊരുളധികാരം, എഴുത്തധികാരം, ചൊല്ലധികാരം, പൊരുളധികാരം എന്നിവയാണ് ആ 3 ഭാഗങ്ങള്. ഇവയെ കൂടാതെ ഒരു മുഖവുരയുണ്ട്. മുഖവുരയ്ക്കാണ് എന്ത് പറയുന്നത്? ചിറപ്പുപായിരം എന്ന് പറയുന്നത്. ചിലപ്പോ അതായിരിക്കും ചോദ്യം വരിക. എന്തായാലും തൊൽക്കാപ്യത്തിലെ അധികാരങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എഴുത്തധികാരം, ചൊല്ലധികാരം, പൊരുളധികാരം എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. തൊൽക്കാപ്യത്തിന്റെ മുഖവുരയെയാണ് ചിറപ്പുപായിരം എന്ന് വിളിക്കുന്നത്. 1603 സൂത്രങ്ങളാണ് തൊൽക്കാപ്യത്തിലുള്ളത്. ഓരോ അധ്യായങ്ങളിലും 9 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. എഴുത്തധികാരത്തിൽ അക്ഷരങ്ങളെ പറ്റിയും, ചൊല്ലധികാരത്തിൽ പദങ്ങളെ പറ്റിയും, പൊരുളധികാരത്തിൽ കവിതാ വിഷയങ്ങൾ, രസം, അലങ്കാരം, നൃത്തം എന്നിവയെ കുറിച്ചുമാണ് വിശദീകരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കുക. തൊൽക്കാപ്യത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് എഴുത്തധികാരം. എഴുത്തധികാരത്തിൽ എന്തിനെ പറ്റി പറയുന്നത്? അക്ഷരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അടുത്തത് ചൊല്ലാണ്. ചൊല്ലുന്നത് എന്താണ്? പദങ്ങളാണ് അല്ലെ? അപ്പൊ ചൊല്ലധികാരത്തിൽ പദങ്ങളെ പറ്റിയും പറയുന്നു. 3ാമത്തെ ഭാഗമാണ് പൊരുളധികാരം. പൊരുളധികാരത്തിൽ എന്താണ് പറയുന്നത്? കവിതാ വിഷയങ്ങൾ, രസം, അലങ്കാരം, നൃത്തം എന്നിവയെ കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. തൊൽക്കാപ്യത്തിന്റെ ഏത് ഭാഗത്താണ് അലങ്കാരങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത്? ഏത് ഭാഗത്താണ്? 3ാം ഭാഗമായിട്ടുള്ള പൊരുളധികാരത്തിലാണ് അലങ്കാരങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത്. പദങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന തൊൽക്കാപ്യത്തിന്റെ ഭാഗം ഏതാണ്? ചൊല്ലധികാരമാണ്. ചോദ്യം വരുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ തൊൽക്കാപ്യത്തെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അടുത്ത വ്യാകരണ കൃതി നന്നൂലാണ്. പവനന്ദി അല്ലെങ്കിൽ ഭവനന്ദി എന്ന ജൈന സന്യാസി എഴുതിയ വ്യാകരണ ഗ്രന്ഥമാണ് നല്ല നൂൽ അല്ലെങ്കിൽ നല്ല പുസ്തകം എന്ന അർത്ഥത്തിലുള്ള നന്നൂൽ. അപ്പൊ നന്നൂൽ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് പറഞ്ഞത്. നല്ല നൂൽ അല്ലെങ്കിൽ നല്ല പുസ്തകം എന്നാണ് നന്നൂൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ നന്നൂൽ എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? ഭവനന്ദിയാണ്. തൊൽക്കാപ്യത്തിനു ഇളം പൂരണർ എഴുതിയ വ്യാഖ്യാനവും അവനിയും എന്ന കൃതിയുമാണ് ഭവനന്ദിയെ സ്വാധീനിച്ച കൃതികൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വർണ്ണഘടന, ലേഖവിജ്ഞാനം, സന്ധി, പദവിഭാഗങ്ങൾ, രൂപഘടന എന്നിവയും ഇവയുടെ ഘടനയും പ്രയോഗവും വിശദമാക്കുന്ന കൃതിയാണ് ഏത്? നന്നൂൽ എന്ന് പറയുന്നത്. കൂടാതെ ലിംഗവചനങ്ങളെയെല്ലാം ഈ കൃതിയിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നുണ്ട്. 13ാം നൂറ്റാണ്ടിലെ മൈലൈനാരുടേതുൾപ്പെടെ 10ഓളം വ്യാഖ്യാനങ്ങൾ ഉണ്ടായ നന്നൂലിൽ 461 സൂത്രങ്ങളാണ് ഉള്ളത്. അപ്പൊ നന്നൂലിൽ എത്ര സൂത്രങ്ങളുണ്ട്? 461 സൂത്രങ്ങളാണ് ഉള്ളത്. വ്യാകരണ നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള തമിഴിലെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥമായ തൊൽക്കാപ്യം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാകരണ കൃതിയാണ് നന്നൂൽ. നന്നൂലിനെ 941 സൂത്രങ്ങളിലുള്ള വിശദീകരണമാണ് ഇലക്കണ വിളക്കം. ഇലക്കണ വിളക്കം എന്തുമായി ബന്ധപ്പെടുന്നതാണ്? നന്നൂൽ എന്ന വ്യാകരണ കൃതിയുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പൊ ഇലക്കണ വിളക്കം എന്ന് പറയുന്നത് എന്താണ്? നന്നൂലിനെ 941 സൂത്രങ്ങളിൽ എഴുതിയ വ്യാഖ്യാനമാണ് ഇലക്കണ വിളക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുട്ടി തൊൽക്കാപ്യം എന്ന പേരിലും ഈ കൃതി അറിയപ്പെടുന്നുണ്ട്. പ്രാചീന വ്യാകരണ ഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കി. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ തൊൽക്കാപ്യം, നന്നൂല്, പാണിനീയം എന്നിങ്ങനെയുള്ള പ്രാചീന വ്യാകരണ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി മലയാളത്തിലെ പ്രധാനപ്പെട്ട വ്യാകരണ ഗ്രന്ഥങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം പഠിക്കുന്നത് ലീലാതിലകമാണ്. ലീലാതിലകം ഓൾറെഡി മറ്റു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് അത് അതുപോലെ തന്നെ എടുത്ത് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ലീലാതിലകത്തിൽ നിന്ന് തുടങ്ങാം. ലീലാതിലകം 14ാം ശതകത്തിൽ രചിക്കപ്പെട്ട മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ് ലീലാതിലകം.
സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട ഈ കൃതി, ശ്രദ്ധിക്കണം, ലീലാതിലകം രചിക്കപ്പെട്ടിട്ടുള്ളത് ഏത് ഭാഷയിലാണ്? സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട ഈ കൃതി ഭാഷയെക്കുറിച്ചുള്ള ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ്. ഭാഷയെക്കുറിച്ചിട്ടുള്ള ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് ഏത്? ലീലാതിലകം. സംസ്കൃത ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ രീതി അനുസരിച്ച് സൂത്രം, വൃത്തി, ഉദാഹരണം, ഇതിന്റെ ഓർഡർ പോലും മാറിപ്പോകരുത്. സൂത്രം, വൃത്തി, ഉദാഹരണം എന്ന രൂപത്തിലാണ് ലീലാതിലകം രചിച്ചിട്ടുള്ളത്. അജ്ഞാത കർത്തൃകമാണ് ഈ കൃതി. ആരാണ് ലീലാതിലകം രചിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പൊതുവെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലീലാതിലകകാരൻ എന്ന് വിളിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, താർക്കികനും വൈയാകരണനും ബഹുഭാഷാ പണ്ഡിതനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ലീലാതിലകം രചിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പൊ ലീലാതിലകം 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കൃതിയാണ്. സംസ്കൃത ഭാഷയിലാണ് ലീലാതിലകം രചിച്ചിട്ടുള്ളത്. ഭാഷയെക്കുറിച്ചിട്ടുള്ള ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. സൂത്രം, വൃത്തി, ഉദാഹരണം എന്ന രൂപത്തിലാണ് ലീലാതിലകം രചിച്ചിട്ടുള്ളത്. കോട്ടയ്ക്കൽ PV കൃഷ്ണവാര്യരുടെ ഗ്രന്ഥാലയത്തിൽ നിന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ലീലാതിലകം കണ്ടെടുക്കുന്നത്. ലീലാതിലകം കണ്ടെടുക്കുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കോട്ടയ്ക്കൽ PV കൃഷ്ണവാര്യരുടെ ഗ്രന്ഥാലയത്തിൽ നിന്നാണ് ലീലാതിലകം, ഗ്രന്ഥശേഖരത്തിൽ നിന്നാണ് ലീലാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥം കണ്ടെത്തിയെടുക്കുന്നത്. ആരാണ് കണ്ടെത്തുന്നത്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. പാട്ട്, മണിപ്രവാളം, കേരള ഭാഷ, നമ്പ്യാൻ തമിഴ് എന്നിവയെ പറ്റിയിട്ടുള്ള ആധികാര പരാമർശം കാണപ്പെടുന്ന ഗ്രന്ഥമാണ് ലീലാതിലകം. മലയാള ഭാഷയുടെ സ്വതന്ത്ര അസ്തിത്വത്തെ പറ്റിയുള്ള പ്രഥമ നിരീക്ഷണവും ആരുടേതാണ്? ലീലാതിലകകാരൻ്റെതാണ്. അപ്പൊ ലീലാതിലകം കണ്ടെത്തുന്നത് ആരുടെ ഗ്രന്ഥശേഖരത്തിൽ നിന്നാണ്? PV കൃഷ്ണവാര്യരുടെ ഗ്രന്ഥശേഖരത്തിൽ നിന്നാണ് ലീലാതിലകം കണ്ടെത്തുന്നത്. ആരാണ് കണ്ടെത്തുന്നത്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ലീലാതിലകം കണ്ടെത്തുന്നത്. ലീലാതിലകത്തിന്റെ ഘടനയും ഉള്ളടക്കവുമാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓരോ ശില്പവും നമ്മൾ വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്, എങ്കിലും ആദ്യത്തെ ഒരു ഔട്ട്ലൈൻ എന്ന നിലയിലെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ട്? 8 ശില്പങ്ങളാണ് ഉള്ളത്. സൂത്രം, വൃത്തി, ഉദാഹരണം എന്ന രീതിയിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. എത്ര ശില്പങ്ങളുണ്ട്? 8 ശില്പങ്ങളുണ്ട്. ഒന്നാം ശില്പത്തിൽ മണിപ്രവാള ലക്ഷണമാണ് പറയുന്നത്. രണ്ടാം ശില്പത്തിൽ പൊതുവെ മണിപ്രവാള ശരീരത്തെ കുറിച്ച് പറയുന്നു. മൂന്നാം ശില്പത്തിൽ ഭാഷാ സന്ധിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാലാം ശില്പവും അഞ്ചാം ശില്പവും കാവ്യദോഷങ്ങളെ പറ്റിയും കാവ്യഗുണങ്ങളെ പറ്റിയും പറയുന്നതാണ്. 6ഉം 7ഉം ശില്പങ്ങൾ അലങ്കാരങ്ങൾ ചർച്ചയാണ്. 6ആം ശില്പത്തിൽ ശബ്ദാലങ്കാരങ്ങളെ കുറിച്ചും 7ആം ശില്പത്തിൽ അർത്ഥാലങ്കാരങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുമ്പോൾ 8ആം ശില്പം എന്താണ്? രസചർച്ചയാണ്. അപ്പൊ മണിപ്രവാളത്തിൽ എത്ര ശില്പങ്ങളുണ്ട്? 8 ശില്പങ്ങളുണ്ട്. ഒന്നാം ശില്പത്തിലാണ് മണിപ്രവാള ലക്ഷണം പറയുന്നത്. രണ്ടാം ശില്പത്തിൽ മണിപ്രവാള ശരീരത്തെ കുറിച്ച് പറയുന്നു. മൂന്നാം ശില്പത്തിൽ ഭാഷാ സന്ധിയെ കുറിച്ച് പറയുന്നു. 4ഉം 5ഉം ശില്പങ്ങൾ കാവ്യത്തെ കുറിച്ചിട്ടുള്ളതാണ്. 4ആം ശില്പത്തിൽ കാവ്യദോഷങ്ങളെ പറ്റിയും 5ആം ശില്പത്തിൽ കാവ്യഗുണങ്ങളെ പറ്റിയും പ്രതിപാദിച്ചിരിക്കുന്നു. 6, 7 ശില്പങ്ങൾ അലങ്കാര ചർച്ചയാണ്. 6ആം ശില്പത്തിൽ ശബ്ദാലങ്കാരത്തെ പറ്റിയും 7ആം ശില്പത്തിൽ അർത്ഥാലങ്കാരത്തെ പറ്റിയും പറയുന്നു. 8ആം ശില്പം എന്താണ്? രസചർച്ചയാണ്. അപ്പോ ലീലാതിലകത്തിൽ ഏത് ശില്പത്തിലാണ് രസചർച്ച വരുന്നത്? 8ആം ശില്പത്തിലാണ്. അപ്പൊ നാട്യശാസ്ത്രത്തിൽ രസചർച്ച വരുന്നത് എത്രാം ശില്പത്തിലാണ്? 6ആം ശില്പത്തിലാണ്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പഠിക്കേണ്ട ഒന്നാണ്, ലീലാതിലകത്തിൽ രസത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നത് ലീലാതിലകത്തിന്റെ 8ആം ശില്പത്തിലാണ്. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി രസചർച്ച നടത്തുന്നത് നാട്യശാസ്ത്രത്തിന്റെ 6ആം ശില്പത്തിലാണ്. ലീലാതിലകം സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ ഉദാഹരണങ്ങളെല്ലാം തന്നെ പ്രായേണ മണിപ്രവാള ശ്ലോകങ്ങളും അപൂർവം ചില പാട്ടുകളും ആകുന്നു. 8 ശില്പങ്ങൾ, 8 അധ്യായങ്ങളാണ് ഈ ഗ്രന്ഥത്തിനുള്ളത്. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. 151 സൂത്രങ്ങളിലായി അവയുടെ വൃത്തികളോട് കൂടിയിട്ടാണ് ഈ ഗ്രന്ഥം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സൂത്രം, വൃത്തി, ഉദാഹരണം എന്ന രീതിയിലാണ് ലീലാതിലകം എന്നുള്ള ഗ്രന്ഥം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇളംകുളത്തിന്റെ വിഭജന പ്രകാരം ഓരോ ശില്പത്തിന്റെയും ഉള്ളടക്കമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇളംകുളത്തിന്റെ വിഭജന പ്രകാരമുള്ള ലീലാതിലകത്തിന്റെ ശില്പവും ഓരോ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളുമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാം ശില്പത്തിൽ ശില്പനിരൂപണം, മണിപ്രവാള ലക്ഷണം, കേരളരും ദ്രമിഡരും, നച്ചിനാർക്കിനിയാരുടെ മതം, തമിഴ് മലയാള രൂപങ്ങൾ, മണിപ്രവാള ലക്ഷണം എന്നിങ്ങനെ 7 വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. രണ്ടാം ശില്പത്തിൽ ഭാഷാഭേദം, സംസ്കൃതീകൃത ഭാഷ, അധികാക്ഷരങ്ങൾ, സംസ്കൃത ശബ്ദങ്ങൾ, വിഭക്തി, ലിംഗം, വചനം, ക്രിയ, പുരുഷ പ്രത്യയം എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്.
മൂന്നാം ശില്പത്തിൽ സ്വരസന്ധി, സ്വരവ്യഞ്ജന സന്ധി, വ്യഞ്ജന സന്ധി, ചില പ്രയോഗങ്ങൾ എന്നിങ്ങനെ വിഭജിച്ച് വിശദീകരിക്കുന്നുണ്ട്. നാലാം ശില്പം ദോഷവിചാരമാണ്. നമ്മൾ പറഞ്ഞതാണ് കാവ്യദോഷങ്ങളെ കുറിച്ചിട്ടാണ് നാലാം ശില്പത്തിൽ പറയുന്നത്. 20 ദോഷങ്ങൾ. അവ ഏതൊക്കെയാണ്? അപശബ്ദം, അവാചകം, കഷ്ടം, വ്യർത്ഥം, അനിഷ്ടം, ഗ്രാമ്യം, പുനരുക്തം, പുരുഷം, വിസന്ധി, രീതിദുതം, ന്യൂനപദം, അസ്ഥാനപദം, ക്രമഭംഗം, വൃത്തഭംഗം, ദുർവൃത്തം, സാമാന്യം, ശുഷ്കാർത്ഥം, അസംഗതം, വികാരാനുപ്രാസം, ദോഷങ്ങളുടെ ഗുണത്വം, രസദോഷങ്ങൾ, സ്ത്രീകൾക്ക് പേരിടൽ എന്നീ വിഷയങ്ങളാണ് നാലാം ശില്പത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പൊ നാലാം ശില്പത്തിൽ പൊതുവെ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? കാവ്യദോഷങ്ങളെ പറ്റിയിട്ടാണ്. അഞ്ചാം ശില്പത്തിൽ ഗുണനിരൂപണം, അതായത് കാവ്യ ഗുണത്തെ പറ്റിയിട്ടാണ് എന്തിൽ പറയുന്നത്? അഞ്ചാം ശില്പത്തിൽ പറയുന്നത് ഗുണനിരൂപണം. ഗുണങ്ങൾ 4 മാത്രം. ഏതൊക്കെയാണ്? ശ്ലേഷം, മാധുര്യം, പ്രസാദം, സമത, പരിമള ചർച്ച മുതലായവയെ പറ്റിയിട്ടും പരാമർശിക്കുന്നുണ്ട്. ആറാം ശില്പം ശബ്ദാലങ്കാര വിവരണമാണ്. ശില്പനിരൂപണം ഗുണവും അലങ്കാരവും, അനുപ്രാസം, മുഖാനുപ്രാസം, പദാനുപ്രാസം, വർണ്ണാനുപ്രാസം, ലാടാനുപ്രാസം, യമകം, ശ്ലേഷം, സശബ്ദി, മൂലധ്വനിയും ശ്ലേഷവും മുതലായ കാര്യങ്ങളെ കുറിച്ചിട്ട് ആറാം ശില്പത്തിൽ പരാമർശിക്കുന്നുണ്ട്. 6ഉം 7ഉം ശില്പങ്ങൾ അലങ്കാര ചർച്ചയാണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ആറാം ശില്പത്തിൽ ശബ്ദാലങ്കാരങ്ങളെ കുറിച്ചും 7ആം ശില്പത്തിൽ അർത്ഥാലങ്കാരങ്ങളെ കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ള അർത്ഥാലങ്കാരങ്ങൾ ഏതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കൃത്യമായിട്ട് കാണാം. എല്ലാതും നമ്മൾ വായിച്ചു പോകുന്നില്ല, കൃത്യമായിട്ട് നോട്ട് എഴുതി എടുക്കുക. 7ആം ശില്പത്തിൽ എന്താണ്? അലങ്കാര ചർച്ചയാണ് എന്നുള്ള പോയിന്റ് മാത്രം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 8ആം ശില്പത്തിൽ രസവിചാരമാണ്. നമ്മൾ പറഞ്ഞു ലീലാതിലകത്തിൽ 8 ശില്പങ്ങൾ, 8 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ 8ആം ശില്പത്തിൽ രസവിചാരമാണ് പറയുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിന്റെ 6ആം ശില്പത്തിലാണ് രസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശില്പനിരൂപണം, വ്യംഗ്യഭേദം, രസം, ഭാവങ്ങൾ, ശൃംഗാരം, ഹാസ്യം, വീരം, അത്ഭുതം, ബീഭത്സം, രൗദ്രം, കരുണം, ശാന്തം എന്നിവ ഏത് ശില്പത്തിൽ വിശദീകരിക്കുന്നുണ്ട്? 8ആം ശില്പത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ലീലാതിലക വിവർത്തനങ്ങൾ, വ്യാഖ്യാനങ്ങൾ. മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായിട്ടുള്ള ലീലാതിലകത്തിന് വിഭിന്നമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലീലാതിലക വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും വിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വ്യാഖ്യാനങ്ങളുടെ പേര് നൽകിക്കൊണ്ട് അത് ആരാണ് വ്യാഖ്യാനിച്ചത്, അല്ലെങ്കിൽ ഈ കൃതി എഴുതിയത് ആരാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ലീലാതിലകം കണ്ടെത്തി ആദ്യമായിട്ട് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലീലാതിലകത്തിന്റെ പ്രസിദ്ധീകരണത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, വർഷം, പ്രസിദ്ധീകരിച്ചത്, ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ചോദ്യം കണ്ടിരുന്നു അല്ലെ? ലീലാതിലകം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് എന്നുള്ളത് നമ്മൾ ചോദ്യം കണ്ടിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എല്ലാതും വരാറുണ്ട്. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലീലാതിലകം വിവർത്തനങ്ങൾ, വ്യാഖ്യാനങ്ങൾ. കോട്ടയ്ക്കൽ പി വി കൃഷ്ണവാര്യരുടെ ഗ്രന്ഥശേഖരത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ലീലാതിലകം കണ്ടെടുത്തത് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ലീലാതിലകത്തിനെ ആദ്യമായി പരിഭാഷ തയ്യാറാക്കിയത് അപ്പൻ തമ്പുരാനാണ്. നോട്ട് ചെയ്യണം, ലീലാതിലകത്തിന് ആദ്യമായിട്ട് പരിഭാഷ തയ്യാറാക്കിയത് അപ്പൻ തമ്പുരാനാണ്. ഇത് പരിപൂർണ പരിഭാഷയായിട്ടില്ല. 1ആം ശില്പം മാത്രം 7 ലക്കങ്ങളായിട്ട് 1909 മംഗളോദയം മാസികയിൽ പ്രസിദ്ധീകരിച്ചു. ലീലാതിലകത്തിന് ആദ്യമായിട്ട് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അപ്പൻ തമ്പുരാനാണ്. ലീലാതിലകത്തിന്റെ 1ആം ശില്പം മാത്രമാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത്. 1ആം ശില്പം 7 ലക്കങ്ങളാക്കി തിരിച്ച് 1909 മംഗളോദയം മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ലീലാതിലകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക ഏതാണ്? മംഗളോദയമാണ്. ലീലാതിലകത്തിന് ആദ്യമായിട്ട് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അപ്പൻ തമ്പുരാനാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ എഴുതി വെച്ചത് വീണ്ടും വീണ്ടും വായിക്കുന്നതിന് വേണ്ടിയിട്ടും വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരേ കാര്യം തന്നെ 2-3 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലീലാതിലകം ആദ്യമായിട്ട് പരിഭാഷ തയ്യാറാക്കിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? അപ്പൻ തമ്പുരാനാണ്. അടുത്ത പോയിന്റ് നോക്കൂ, ലീലാതിലകം പൂർണ്ണമായി പരിഭാഷപ്പെടുത്തിയ ആദ്യ വ്യക്തി ആരാണ്? ലീലാതിലകം പൂർണ്ണമായി പരിഭാഷപ്പെടുത്തിയ ആദ്യ വ്യക്തി ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ലീലാതിലകം ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് പരിഭാഷപ്പെടുത്തുന്നത് ആരാണ്? 8 ശില്പവും പൂർണ്ണമായിട്ട് പരിഭാഷപ്പെടുത്തുന്നത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. 1917 അദ്ദേഹം ഈ വിവർത്തനം ചെയ്തത്. ഈ വിവർത്തന കൃതിക്ക് അദ്ദേഹം ഇട്ടിട്ടുള്ള പേരാണ് ഉന്മീലനം. ഉന്മീലനം എന്നുള്ളത് ആരുടെ കൃതിയാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ ലീലാതിലക വിവർത്തനമാണ്. പ്രസിദ്ധീകൃതമായിട്ടുള്ള വർഷം ഏതാണ്? 1917. 1930 ആറ്റൂരിന്റെ ഈ ഒരു പരിഭാഷയുടെ 2ാമത്തെ പതിപ്പ് പുറത്തിറങ്ങുകയുണ്ടായി.
ലീലാതിലകത്തിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ പരിഭാഷ തയ്യാറാക്കിയത് 1940 കെ വാസുദേവൻ മൂസതാണ്. ലീലാതിലകം ആദ്യമായിട്ട് പൂർണ്ണ പരിഭാഷ തയ്യാറാക്കിയത് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് 1917. അതിനുശേഷം ലീലാതിലകത്തിന്റെ സമ്പൂർണമായിട്ടുള്ള പരിഭാഷ വന്നു 1940 കെ വാസുദേവൻ മൂസതാണ് ലീലാതിലകം സമ്പൂർണമായിട്ട് പരിഭാഷപ്പെടുത്തിയത്. 1946 ശൂരനാട് കുഞ്ഞൻപിള്ള കൈരളി തിലകം എന്നുള്ള വ്യാഖ്യാനം ലീലാതിലകത്തിന് നിർവഹിച്ചു. അപ്പൊ ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ലീലാതിലക വ്യാഖ്യാനത്തിന്റെ പേരെന്താണ്? കൈരളി തിലകം എന്നാണ്. പ്രസിദ്ധീകൃതമായത് ഏത് വർഷമാണ്? 1946 ആണ്. 1955 ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ലീലാതിലക വ്യാഖ്യാനം വിവർത്തനം വരുന്നത്. ആ വിവർത്തന പ്രകാരമുള്ള ശില്പത്തിലെ 8 ശില്പങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലീലാതിലകത്തിന്റെ വിവർത്തനം ഇളംകുളം കുഞ്ഞൻപിള്ള നിർവഹിച്ചിട്ടുണ്ട്. ലീലാതിലക വിവർത്തനം 1955 ഈ വിവർത്തനം വന്നത്. ഇളംകുളത്തിന്റെ കൃതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് 8 ശില്പങ്ങളുടെ ഉള്ളിലുള്ള കണ്ടന്റ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചത്. 1973 PV കൃഷ്ണൻ നായർ ലീലാതിലക ദീപിക എന്ന പേരിലെ വിവർത്തനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. ലീലാതിലകം വ്യാഖ്യാനിച്ച് വിവർത്തന രൂപത്തിൽ അല്ലെങ്കിൽ വിവർത്തനം ചെയ്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് 1973. 1984 പ്രൊഫസർ ഗോപിക്കുട്ടനും ലീലാതിലകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ പരിഭാഷയെ അടിസ്ഥാനമാക്കിയാണ് പ്രൊഫസർ ഇളയ പെരുമാൾ ലീലാതിലകം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പൊ ലീലാതിലകം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഇളയ പെരുമാളാണ്. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ പരിഭാഷയെ അടിസ്ഥാനമാക്കിയാണ് ഇളയ പെരുമാൾ ലീലാതിലകം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ആറ്റൂരിന്റെ പരിഭാഷയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജോൺ ബ്രഫ് ലീലാതിലകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. ആറ്റൂരിന്റെ പരിഭാഷയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജോൺ ബ്രഫ് ലീലാതിലകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. KN എഴുത്തച്ഛനും ലീലാതിലകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. KN എഴുത്തച്ഛനും ലീലാതിലകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതാണ്. സുബ്ബരായ ഭട്ട്, തിമ്മപ്പ എന്നിവർ ചേർന്നാണ് ലീലാതിലകം കന്നഡത്തിലേക്ക്, കന്നഡ ഭാഷയിലേക്ക് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത്. സുബ്ബരായ ഭട്ട്, തിമ്മപ്പ എന്നിവർ ചേർന്നാണ് ലീലാതിലകത്തിന്റെ കന്നഡ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ജോൺ ബ്രഫും KN എഴുത്തച്ഛനും എന്താണ് ഇംഗ്ലീഷിലേക്ക് ലീലാതിലകം വിവർത്തനം ചെയ്തപ്പോൾ സുബ്ബരായ ഭട്ടും തിമ്മപ്പയും എന്തിലേക്ക്? കന്നഡയിലേക്ക് ലീലാതിലകം വിവർത്തനം ചെയ്തു. പ്രൊഫസർ ഇളയ പെരുമാളാണ് തമിഴിലേക്ക് ലീലാതിലകം വിവർത്തനം ചെയ്തത്. പ്രസിദ്ധീകരിച്ച കാലഘടന അനുസരിച്ച് നോക്കുമ്പോൾ ലീലാതിലകത്തിന് ശേഷം നമ്മുടെ ശ്രദ്ധ പതിയേണ്ട കൃതിയാണ് മലബാർ ഭാഷയുടെ വ്യാകരണം, ഗ്രാമർ ഓഫ് മലബാർ ലാംഗ്വേജ്. 1799 റോബർട്ട് ഡ്രമ്മണ്ട് ഈ ഒരു കൃതി പ്രസിദ്ധീകരിക്കുന്നത്. 1799 ഇംഗ്ലീഷിൽ പ്രസിദ്ധീകൃതമായിട്ടുള്ള റോബർട്ട് ഡ്രമ്മിന്റെ മലയാള വ്യാകരണ ഗ്രന്ഥമാണ് ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ്, മലബാർ ഭാഷയുടെ വ്യാകരണം എന്നുള്ളത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്ക് ഭാഷാ പഠനം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഡ്രംബ് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. 131 പുറം താളുകൾ മാത്രമുള്ള കൃതിയാണ് മലബാർ ഭാഷയുടെ വ്യാകരണം. വർഷം ഏതാണ്? 1799 പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആരാണ്? റോബർട്ട് ഡ്രമ്മണ്ട് ആണ്. ഈ കൃതിയുടെ ഇംഗ്ലീഷിലുള്ള പേരും കൂടി നോട്ട് ചെയ്ത് വെക്കണം, ഗ്രാമർ ഓഫ് മലബാർ ലാംഗ്വേജ് എന്നുള്ളത്. 13 അധ്യായങ്ങളാണ് ഈ കൃതിയിലുള്ളത്. ആൽഫബറ്റ്, ജെൻഡർ, നമ്പർ, പ്രൊനൗൺസ്, വെർബൽ, ഓർത്തോഗ്രഫി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് 131 പുറം മാത്രമുള്ള 13 അധ്യായങ്ങളുള്ള മലബാർ ഭാഷയുടെ വ്യാകരണം എന്ന് പറയുന്ന കൃതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ആൽഫബറ്റ് എന്ന 1-ാം അധ്യായം 4 ആക്കി വിഭജിച്ച് മലയാളത്തിലെ ലേഖന രീതി വിശദീകരിച്ചിരിക്കുന്നു. തുടർന്ന് ഭാഷയിലെ വചനം, വിഭക്തി, നാമവിശേഷണം, സർവനാമങ്ങൾ എന്നിവയുടെ സാമാന്യ അവലോകനമാണ് നിർവഹിച്ചിരിക്കുന്നത്. സംസ്കൃതത്തിലെ പോലെ മലബാർ ഭാഷയിൽ 51 എഴുത്തുകൾ ഉണ്ടെന്നും അവയിൽ 16 സ്വരങ്ങളും 35 വ്യഞ്ജനങ്ങളുമാണെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലെ, റോബർട്ട് ഡ്രമ്മിന്റെ അഭിപ്രായത്തിലെ മലയാള ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 51 അക്ഷരങ്ങളാണുള്ളത്. അക്ഷരസംഖ്യ എന്നുള്ള ഭാഗം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോയിന്റും കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇനി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്, നിർദ്ദേശിക, ഉദ്ദേശിക, അതുപോലെ തന്നെ പ്രതിഗ്രാഹിക, സംബോധന എന്നിങ്ങനെയുള്ള വിഭക്തി ക്രമമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അതത് പദത്തിന്റെ അർത്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് മലയാളത്തിലെ ലിംഗവ്യവസ്ഥ അദ്ദേഹം നിർണയം ചെയ്തിരിക്കുന്നത്. ദ്രാവിഡ ഭാഷാ വ്യാകരണം എഴുതിയിരിക്കുന്നത് ആരാണ്? റോബർട്ട് കാൽഡ്വെൽ.
പ്രസിദ്ധീകരിച്ച വർഷം 1856. ഇംഗ്ലീഷിലുള്ള പേരെന്താണ്? എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. കൃത്യമായിട്ട് ഇത് മൂന്നും പഠിച്ചു വെക്കണേ. ദ്രാവിഡ ഭാഷയുടെ വ്യാകരണം അഥവാ എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദി ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. പ്രസിദ്ധീകരിച്ച വർഷം 1856. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, കൃതി എഴുതിയിരിക്കുന്നത് ആരാണ്? റോബർട്ട് കാൾഡ്വെൽ ആണ്. ദ്രാവിഡ ഭാഷകളുടെ പഠനത്തിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ പാകുന്ന റോബർട്ട് കാൾഡ്വെലിന്റെ കൃതിയാണ് ദ്രാവിഡ ഭാഷയുടെ വ്യാകരണം. 1856 ഇംഗ്ലീഷിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കാൾഡ്വെലാണ് തെക്കേ ഇന്ത്യയിലെ ഭാഷകൾ ഒരു ഗോത്രത്തിൽ ഉൾപ്പെടുന്നു എന്ന് തെളിയിക്കുകയും ആ ഭാഷകൾക്ക് ദ്രാവിഡ ഗോത്രം എന്ന് പേര് നൽകുകയും ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് കളർഫുൾ ആയിട്ട് എഴുതി വെച്ചോ, പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. തെക്കേ ഇന്ത്യയിലെ ഭാഷകളെല്ലാം ഒരു ഗോത്രത്തിൽ ഉൾപ്പെടുന്നു എന്ന് ആദ്യം പറയുന്നത് റോബർട്ട് കാൾഡ്വെൽ ആണ്. ദ്രാവിഡ ഗോത്രം എന്ന് അവയ്ക്ക് പേര് നൽകിയിരിക്കുന്നതും ആരാണ്? റോബർട്ട് കാൾഡ്വെൽ ആണ്. ഡോക്ടർ എസ്.കെ. നായർ 1973 1976 ഈ കൃതിയുടെ 1-2 ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോ റോബർട്ട് കാൾഡ്വെലിന്റെ വ്യാകരണ കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഏത്? ദ്രാവിഡ ഭാഷാ വ്യാകരണം എന്ന് പറയുന്ന റോബർട്ട് കാൾഡ്വെലിന്റെ കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? എസ്.കെ. നായരാണ്. ഒന്നാം ഭാഗത്തിൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാം ഭാഗത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ധ്വനികളെ കുറിച്ചുള്ള ഭാഗമാണ് 1. ഭാഗം 2 ധാതുക്കളെ കുറിച്ചും ഭാഗം 3 നാമത്തെ കുറിച്ചിട്ടുമുള്ള ലേഖനങ്ങളാണ്. 3-ാം ഭാഗത്തിൽ 3 ഖണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിംഗവും വചനവും വിഭക്തിയും പ്രക്രിയയും 1-ാം ഖണ്ഡത്തിലും വിഭക്തി പ്രക്രിയ 2-ാം ഖണ്ഡത്തിലും നാമവിശേഷണങ്ങൾ അഥവാ നാമവിശേഷണങ്ങളായി പ്രയോഗിക്കാൻ കഴിയുന്ന നാമങ്ങൾ എന്നിവ 3-ാം ഖണ്ഡത്തിലും വിവരിക്കുന്നു. 4 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ ദ്രാവിഡ ഭാഷ വ്യാകരണം എന്ന 2-ാം ഭാഗത്തിലാണ് ഉൾക്കൊള്ളുന്നത്. സംഖ്യകളെ കുറിച്ച് 5-ാം ഭാഗത്തിലും ക്രിയാരൂപങ്ങളെ കുറിച്ച് 6-ാം ഭാഗത്തിലും പദാവലി ബന്ധങ്ങളെ കുറിച്ച് 7-ാം ഭാഗത്തിലും ഇൻഡോ യൂറോപ്യൻ ബന്ധങ്ങൾ, സെമറ്റിക് ബന്ധങ്ങൾ, സ്ഥീതിയൻ ബന്ധങ്ങൾ എന്നിവയെ കുറിച്ച് 8-ാം ഭാഗത്തിലും ചർച്ച ചെയ്യുന്നു. അപ്പൊ ഓരോ ഭാഗത്തിലും എന്തൊക്കെയാണ് ഉള്ളത് എന്നീ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്? ദ്രാവിഡ ഭാഷ വ്യാകരണം 1856 റോബർട്ട് കാൾഡ്വെൽ. ഇംഗ്ലീഷിലുള്ള പേരെന്താണ്? എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാഷകളെ ദ്രാവിഡ ഗോത്രം എന്ന് വിളിച്ചത്, ദക്ഷിണേന്ത്യയിലെ ഭാഷകളെല്ലാം ഒരു ഗോത്രത്തിൽ ഉൾപ്പെടുന്നവയാണ് എന്നും അവയെ ദ്രാവിഡ ഗോത്രം എന്നും വിളിച്ചത് ആരാണ്? റോബർട്ട് കാൾഡ്വെൽ ആണ്. മലയാള വ്യാകരണ ചോദ്യോത്തരം ഗുണ്ടർട്ടിന്റെ കൃതിയാണ്. 1860 പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതിയാണ്. കാറ്റിസം ഓഫ് മലയാളം ഗ്രാമർ എന്നാണ് അദ്ദേഹം ഇതിന് പേര് നൽകിയിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനായിട്ടാണ് മലയാള വ്യാകരണ ചോദ്യോത്തരം 1860 ഗുണ്ടർട്ട് രചിക്കുന്നത്. അക്ഷരകാന്ഡം, പദകാന്ഡം, വാക്യകാന്ഡം എന്നിങ്ങനെ 3 കാണ്ഡങ്ങളാണ് ഗുണ്ടർട്ടിന്റെ ഈ വ്യാകരണ കൃതിയിൽ അടങ്ങിയിട്ടുള്ളത്. അക്ഷരകാന്ഡത്തിൽ അക്ഷരങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകും വിധം വിവരിക്കുന്നതിനോടൊപ്പം അവ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണ വികാരമായിട്ടുള്ള സന്ധിയെ പറ്റിയും വിവരിക്കുന്നുണ്ട്. അപ്പൊ അക്ഷരകാന്ഡത്തിലാണ് അക്ഷരങ്ങളെ പറ്റിയും സന്ധിയെ പറ്റിയും വിവരിക്കുന്നത്. നാമം, ക്രിയ, അവ്യയം ഇവയ്ക്ക് വരുന്ന രൂപഭേദങ്ങൾ, പ്രതിസംജ്ഞാനാമങ്ങൾ, സംഖ്യാനാമങ്ങൾ, ക്രിയാരൂപ ഭേദം, ത്രികാലങ്ങൾ, അപൂർണക്രിയ, സമാസങ്ങൾ എന്നിവയാണ് പദകാണ്ഡത്തിൽ വിശദമാക്കുന്നത്. ഇനി വാക്യകാണ്ഡത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? ആഖ്യ, ആഖ്യാതം, വിശേഷണങ്ങൾ, വിഭക്തികൾ, നാമപ്രയോഗം, വിഭക്തി സഹായങ്ങൾ, ക്രിയാപ്രയോഗം, പൂർണ്ണക്രിയ, അപൂർണക്രിയയുടെ പ്രയോഗം, സഹായക ക്രിയകൾ, ഉപക്രിയകൾ, അവ്യയപ്രയോഗം എന്നിവയാണ് വാക്യകാണ്ഡത്തിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പൊ ആരുടെ കൃതിയാണ്? മലയാള വ്യാകരണ ചോദ്യോത്തരം ഗുണ്ടർട്ടിന്റെ കൃതിയാണ്. 1860 എഴുതിയിട്ടുള്ള കൃതിയാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മലയാണ്മയുടെ വ്യാകരണം. ജോർജ് മാത്തന്റെ കൃതിയാണ് മലയാണ്മയുടെ വ്യാകരണം. 1863 ജോർജ് മാത്തന്റെ മലയാണ്മയുടെ വ്യാകരണം വരുന്നത്. മലയാളികൾക്ക് വേണ്ടി ഒരു മലയാളി മലയാള ഭാഷയിൽ രചിച്ച ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് മലയാണ്മയുടെ വ്യാകരണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു മലയാളി മലയാളികൾക്ക് വേണ്ടി മലയാള ഭാഷയിൽ രചിച്ച ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് മലയാണ്മയുടെ വ്യാകരണം. 1863 പ്രസിദ്ധീകൃതമായ ഈ കൃതിക്ക് ഇംഗ്ലീഷിൽ നൽകിയിരിക്കുന്ന പേര് ഗ്രാമർ ഓഫ് മലയാളം ഇൻ ദി ലാംഗ്വേജ് ഇറ്റ് സെൽഫ് എന്നാണ്. 202 പുറമുള്ള ഈ ഗ്രന്ഥം 475 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അക്ഷരലക്ഷണം, പദലക്ഷണം എന്നിങ്ങനെ 2 ഖണ്ഡങ്ങളിലായിട്ട് 5 അധ്യായങ്ങളാണ് മലയാണ്മയുടെ വ്യാകരണം എന്ന ജോർജ് മാത്തന്റെ കൃതിയിലുള്ളത്.
അധ്യായങ്ങളെ വീണ്ടും സർഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. പൂർണ്ണമായും മലയാളത്തിൽ എഴുതിയ ഈ കൃതിയിൽ ആമുഖം മാത്രമാണ് ഏതിലുള്ളത്? ഇംഗ്ലീഷിലുള്ളത്. ഇനി ഒന്നാം കാണ്ഡമായിട്ടുള്ള അക്ഷരലക്ഷണം നമ്മൾ പറഞ്ഞു അല്ലെ. ഒന്നാം കാണ്ഡമായ അക്ഷരലക്ഷണത്തിലാണ് സംജ്ഞ, സന്ധി എന്നിങ്ങനെ 2 അധ്യായങ്ങൾ ഉള്ളത്. അക്ഷരങ്ങളുടെ വിവിധ ഭേദങ്ങൾ, അക്ഷരങ്ങളുടെ ഉത്ഭവങ്ങൾ, ചില അക്ഷരങ്ങളുടെ സവിശേഷതകൾ എന്നിവയാണ് സംജ്ഞ എന്ന ഒന്നാം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത്. രണ്ടാം അധ്യായത്തിൽ സന്ധിയെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാം കാണ്ഡമായ പദലക്ഷണത്തിൽ നാമം, വചനം, അവ്യയം തുടങ്ങിയവയെ കുറിച്ചിട്ടും വിവരിച്ചിട്ടുണ്ട്. നാമം എന്ന അധ്യായത്തിൽ നാമങ്ങളുടെ തരഭേദങ്ങൾ, ലിംഗം, സംഖ്യ, വിഭക്തി, നാമങ്ങളുടെ ഉത്ഭവം, സർവനാമങ്ങൾ തുടങ്ങിയവയെ വിശകലനം ചെയ്തിരിക്കുന്നു. സഹായവചനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചിട്ടും ഏതിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പറയുന്നുണ്ട്. ഇനി ഗ്രന്ഥകർത്താവിന്റെ സ്വന്തം നിഗമനങ്ങൾ അവതരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ജ്ഞാപനം എന്നുള്ള ഒരു വിഭാഗം കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. അതായത് മലയാളമയുടെ വ്യാകരണത്തിലെ ജോർജ് മാത്തന്റെ അഭിപ്രായം കൊടുക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ ജ്ഞാപനം എന്നുള്ള ഒരു വിഭാഗം ചേർത്തിട്ട് തന്റെ അഭിപ്രായം അദ്ദേഹം ചേർത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓരോ അധ്യായത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളൊന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്ലൈഡിൽ നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. കേരള ഭാഷാ വ്യാകരണം പാച്ചുമുത്തതിന്റെ കൃതിയാണ് കേരള ഭാഷാ വ്യാകരണം. 1876 ഈ കൃതി പ്രസിദ്ധീകൃതമാകുന്നത്. ആനൽസ് ഓഫ് ഓറിയന്റൽ റിസർച്ച് എന്ന ഗവേഷണ പത്രികയുടെ 4 ലക്കങ്ങളിലായിട്ടാണ് പാച്ചുമുത്തതിന്റെ കേരള ഭാഷാ വ്യാകരണം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1876 ആനൽസ് ഓഫ് ഓറിയന്റൽ റിസർച്ച് എന്ന ഗവേഷണ പത്രികയുടെ 4 ലക്കങ്ങളിലായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട മലയാളത്തിലെ വ്യാകരണ കൃതി ഏതാണ്? കേരള ഭാഷാ വ്യാകരണം. എഴുതിയിരിക്കുന്നത് ആരാണ്? പാച്ചുമുത്തത്. ചോദ്യോത്തര രീതിയിൽ എഴുതിയിരിക്കുന്ന കൃതിയാണ് കേരള ഭാഷാ വ്യാകരണം. സംസ്കൃത രീതിയെ അവലംബിച്ചിട്ടാണ് ഈ കൃതിയിൽ വ്യാകരണം രചിച്ചിട്ടുള്ളത്. 8 അധ്യായങ്ങളാണ് വൈക്കത്ത് പാച്ചുമുത്തതിന്റെ കേരള ഭാഷാ വ്യാകരണം എന്ന കൃതിയിൽ ഉള്ളത്. അക്ഷരകാന്ഡം, സന്ധികാന്ഡം, പദകാന്ഡം, സമാസകാന്ഡം എന്നിങ്ങനെ പൂർവ്വഭാഗത്തിൽ 4ഉം ധാതുകാന്ഡം, ക്രിയാകാന്ഡം, പ്രയോഗകാന്ഡം, അലങ്കാരകാന്ഡം എന്നിങ്ങനെ ഉത്തരകാന്ഡത്തിൽ 4 അധ്യായങ്ങളായിട്ട് ഈ കൃതിയെ സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഭാഷാ വ്യാകരണവുമായി ബന്ധപ്പെട്ട് ശരിയേത്, തെറ്റേത് എന്നിങ്ങനെയുള്ള ഒരു ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുന്ന പോയിന്റുകളാണ് നമ്മളിപ്പോൾ സ്ലൈഡിൽ ഉൾപ്പെടുത്തി പറഞ്ഞത്. അപ്പൊ കേരള ഭാഷാ വ്യാകരണം ആരുടെ കൃതിയാണ്? വൈക്കത്ത് പാച്ചുമുത്തത്തിന്റെ കൃതിയാണ്. അടുത്തത് കേരള കൗമുദിയാണ്. 1878 ആണ് കേരള കൗമുദി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1878 പ്രസിദ്ധീകരിച്ച കോവുണ്ണി നെടുങ്ങാടിയുടെ കേരള കൗമുദിയാണ് കാരികാരൂപത്തിൽ എഴുതിയ ആദ്യ മലയാള വ്യാകരണം. അപ്പൊ കാരികാരൂപത്തിൽ എഴുതിയ ആദ്യ മലയാള വ്യാകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചിന്ത ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് പോകും? AR രാജരാജവർമ്മയുടെ കേരള പാണ്ഡ്യത്തിലേക്ക് പോകും. അല്ല, ശ്രദ്ധിക്കണം. 1878 പ്രസിദ്ധീകരിച്ച കോവുണ്ണി നെടുങ്ങാടിയുടെ കേരള കൗമുദിയാണ് കാരികാരൂപത്തിൽ എഴുതിയ ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥം. സംസ്കൃത ഗിമഗിരി ഗളിത എന്ന് തുടങ്ങുന്ന മംഗള ശ്ലോകത്തോടു കൂടിയാണ് കേരള കൗമുദി ആരംഭിക്കുന്നത്. ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട്. സംസ്കൃത ഗിമഗിരി ഗളിത എന്ന് തുടങ്ങുന്ന മംഗള ശ്ലോകം ഏത് കൃതിയിലേതാണ്? കേരള കൗമുദിയിലേതാണ്? കേരള കൗമുദി എന്ത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? വ്യാകരണ ഗ്രന്ഥമാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? കോവുണ്ണി നെടുങ്ങാടിയാണ് എഴുതിയിരിക്കുന്നത്. മലയാളം സംസ്കൃതജന്യമാണെന്ന അഭിപ്രായത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നത് ഈ മംഗള ശ്ലോകത്തെ മുൻനിർത്തിയാണ്. മലയാളം സംസ്കൃതജന്യവാദം ആരുടേതാണ്? കോവുണ്ണി നെടുങ്ങാടിയുടേതാണ്. മലയാളം സംസ്കൃതജന്യമാണെന്ന അഭിപ്രായത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നത് ഏത് വരികളെ മുൻനിർത്തിയാണ്? സംസ്കൃത ഗിമഗിരി ഗളിത എന്ന വരികളെ മുൻനിർത്തിയിട്ടാണ്. കേരള കൗമുദിയിൽ എത്ര അധ്യായങ്ങളാണുള്ളത്? 16 അധ്യായങ്ങളാണുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക. കേരള കൗമുദി കോവുണ്ണി നെടുങ്ങാടി 1878 കാരികാരൂപത്തിൽ എഴുതിയ ആദ്യത്തെ മലയാള വ്യാകരണ ഗ്രന്ഥം. വ്യാകരണവും അലങ്കാര ശാസ്ത്രവും ഉൾപ്പെട്ടിട്ടുള്ള വ്യാകരണ കൃതിയാണ് കോവുണ്ണി നെടുങ്ങാടിയുടെ കേരള കൗമുദി. ആദ്യത്തെ 13 അധ്യായവും വ്യാകരണ സംബന്ധിയായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കി 3 അധ്യായങ്ങളാണ് അലങ്കാര ശാസ്ത്രത്തെ കുറിച്ചിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പൊ കേരള കൗമുദി എന്ന് പറയുന്നത് കേവലം വ്യാകരണ ഗ്രന്ഥം മാത്രമല്ല, അവസാന 3 അധ്യായങ്ങളിലായിട്ട് അലങ്കാര ചർച്ചയും കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥത്തിലെ കോവുണ്ണി നെടുങ്ങാടി നിർവഹിക്കുന്നുണ്ട്. അടുത്തത് കേരള പാണ്ഡ്യം. ആരാണ് എഴുതിയത്? AR രാജരാജവർമ്മ
പ്രസിദ്ധീകരിച്ചപ്പെട്ട വർഷം 1896. ആദ്യ പതിപ്പ് 1896 ആഭൂഹിക വ്യാകരണ സമ്പ്രദായം അനുസരിച്ച് രചിച്ചു. രണ്ടാം പതിപ്പ് 1916 ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആഗമിക വ്യാകരണ സമ്പ്രദായത്തിൽ സൂത്രത്തെ വിട്ടുകളഞ്ഞ് കാരികാരൂപത്തിൽ എഴുതി. മലയാളത്തിലെ അടിസ്ഥാന വ്യാകരണ ഗ്രന്ഥമായി മാറിയ കേരള പാണ്ഡിത്യത്തിന്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത് 1896 ഒന്നാം പതിപ്പിൽ സംഭവിച്ച ന്യൂനതകൾ പലതും പരിഹരിച്ചാണ് രണ്ടാം പതിപ്പിൽ 1916 പ്രസിദ്ധീകൃതമാകുന്നത്. ആഗമികവും വിവരണാത്മകവും താരതമ്യാത്മകവുമായ 3 വ്യാകരണ സമ്പ്രദായങ്ങൾ രണ്ടാം പതിപ്പിൽ രചനയിൽ അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാകരണ കൃതികളെ നമുക്ക് സാമാന്യമായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. കേരള പാണ്ഡിത്യത്തിനെ കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ കേരള പാണ്ഡിത്യത്തിന് ശേഷം വന്ന ശേഷഗിരി പ്രഭുവിന്റെ വ്യാകരണമിത്രം, ജോൺ കുന്നപ്പള്ളിയുടെ ശബ്ദ സൗഭകം, സുകുമാരപിള്ളയുടെ കൈരളി ശബ്ദാനുശാസനം, വാസുദേവ ഭട്ടതിരിയുടെ അഭിനവ മലയാള വ്യാകരണം എന്നീ കൃതികൾ പാരമ്പര്യ രീതിയിൽ തന്നെ എഴുതിയിട്ടുള്ള വ്യാകരണ കൃതികളാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 4 വ്യാകരണ കൃതികൾ: ശേഷഗിരി പ്രഭു വ്യാകരണ മിത്രം, ജോൺ കുന്നപ്പള്ളി ശബ്ദ സൗഭകം, അതുപോലെ സുകുമാരപിള്ളയുടെ കൈരളി ശബ്ദാനുശാസനം, വാസുദേവ ഭട്ടതിരിയുടെ അഭിനവ മലയാള വ്യാകരണം. കേരള പാണ്ഡിത്യത്തിലെ പല കാര്യങ്ങളുടെയും വിമർശനം എന്ന രീതിയിലെ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഏതിലെ? ഭാഷാഭൂഷണിയിലെ. അങ്ങനെയാണ് ശേഷഗിരി പ്രഭുവിന്റെ വിമർശനങ്ങൾ വരുന്നത്. പിന്നീട് കേരള പാണ്ഡിത്യത്തിനെ പരിഷ്കരിച്ച പതിപ്പിലൂടെ ശേഷഗിരി പ്രഭുവിന്റെ വിമർശനങ്ങൾക്ക് AR രാജരാജവർമ്മ തന്നെ തന്റെ കൃതിയിലൂടെ മറുപടി നൽകുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളെല്ലാം കൂടി വന്ന പുസ്തകമാണ് വ്യാകരണമിത്രം. ശേഷഗിരി പ്രഭുവിന്റെ വ്യാകരണ കൃതിയാണ് വ്യാകരണമിത്രം. വ്യാകരണമിത്രം ഒന്നാം പതിപ്പ് 1904 പരിഷ്കരിച്ച പതിപ്പ് 1922 പ്രസിദ്ധപ്പെടുത്തിയത്. കേരളീയ പാണ്ഡിത്യത്തെ സസൂക്ഷ്മം പഠിക്കുകയും വിശദമായി വിമർശിക്കുകയും വിമർശനങ്ങൾക്ക് കേരള പാണിനിയിൽ നിന്ന് തന്നെ മറുപടി ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശേഷഗിരി പ്രഭു. അപ്പൊ ശേഷഗിരി പ്രഭുവിന്റെ കേരള പാണിനീയ വിമർശന ഗ്രന്ഥം കൂടിയാണ് ഏത്? വ്യാകരണമിത്രം. കേരള പാണ്ഡിത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വ്യാകരണമിത്രത്തിൽ സംസ്കൃത വ്യാകരണത്തിന്റെ രീതിയാണ് പിന്തുടരുന്നത്. വിഷയ നിരൂപണം, ശിക്ഷ, പദകാണ്ഡം, വാക്യകാണ്ഡം, നിരുക്തകാണ്ഡം എന്നിങ്ങനെ 5 ഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിലും അതാതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉപവിഭാഗങ്ങളായി കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് ആ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ജോൺ കുന്നപ്പള്ളിയുടെ ശബ്ദ സൗഭകം എന്ന കൃതിയെ കുറിച്ച് നോക്കാം. മറ്റ് വ്യാകരണ കൃതികളിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ് ജോൺ കുന്നപ്പള്ളിയുടെ ശബ്ദ സൗഭകം എന്ന വ്യാകരണ കൃതി. ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരള പാണിനീയത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ചില അഭിപ്രായങ്ങളും ജോൺ കുന്നപ്പള്ളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ശബ്ദ സൗഭകം എന്നുള്ള കൃതി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത കൃതി കൈരളി ശബ്ദാനുശാസനമാണ്. കെ സുകുമാരപിള്ളയുടെ. പരമ്പരാഗത വ്യാകരണ സമ്പ്രദായത്തിൽ ആധുനിക ഭാഷാശാസ്ത്രം കലർത്താനുള്ള ഒരു ശ്രമമായിട്ട് വിലയിരുത്താവുന്ന കൃതിയാണ് കെ സുകുമാരപിള്ളയുടെ കൈരളി ശബ്ദാനുശാസനം. മലയാളത്തിന് സ്വന്തമായ ഒരു വ്യാകരണ പദ്ധതി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകം തുടങ്ങുന്നത്. അപ്പൊ മലയാളത്തിന് സ്വന്തമായ ഒരു വ്യാകരണ പദ്ധതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വ്യാകരണ കൃതി ഏതാണ്? ആ വ്യാകരണ കൃതി കൈരളി ശബ്ദാനുശാസനമാണ്. കെ സുകുമാരപിള്ളയുടെ കൃതിയാണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിലെ ചില സിദ്ധാന്തങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ വ്യാകരണ രൂപരേഖ ഉണ്ടാക്കാനാണ് ആര് ശ്രമിക്കുന്നത്? കെ സുകുമാരപിള്ള കൈരളി ശബ്ദാനുശാസനത്തിലൂടെ ശ്രമിക്കുന്നത്. അടുത്തത് അഭിനവ മലയാള വ്യാകരണമാണ്. അഭിനവ മലയാള വ്യാകരണം ആരുടെയാണ്? CV വാസുദേവ ഭട്ടതിരിയുടെ കൃതിയാണ് അഭിനവ മലയാള വ്യാകരണം. ഭാഷാശാസ്ത്ര കുതികുകളുടെ സംതൃപ്തിയാണ് ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യമെന്ന് ഗ്രന്ഥകർത്താവ് വാസുദേവ ഭട്ടതിരി പറയുന്നുണ്ട്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ വെളിച്ചം വേണ്ടത്ര ഈ കൃതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പരിമിതി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. പല കാര്യങ്ങൾക്കും കേരള പാണിനീയത്തിൽ നിന്ന് വിഭിന്നമായ സമീപനമാണ് CV വാസുദേവ ഭട്ടതിരി അഭിനവ മലയാള വ്യാകരണം എന്ന കൃതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം കണ്ടിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ശബ്ദ സൗഭകം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവ് ആരാണ്? ജോൺ കുന്നപ്പള്ളിയാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യാകരണ കൃതികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കേരള പാണ്ഡിത്യത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് വിശദീകരിക്കാത്തത് ആ കൃതി നമുക്ക് എല്ലാവർക്കും പരിചിതമായത് കൊണ്ടാണ്. അപ്പോ ശബ്ദ സൗഭകം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവ് ആരാണ്? ജോൺ കുന്നപ്പള്ളിയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേഡേഴ്സ്.